ഈ ഒരു മാവ് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു എക്കോ സിസ്റ്റം പോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലൊരു ഫുഡ് സിസ്റ്റം കൂടി നമ്മൾ ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കിളികൾ നമ്മളെ വീട്ടിൽ രാവിലെ തന്നെ വരും. നല്ലൊരു റിഫ്രഷിങ് മോർണിംഗ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു മാവിന്റെ മുകളിലേക്ക് ഞാൻ ഒത്തിരി ക്രീപ്പേഴ്സ് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ഇഷ്ടംപോലെ പൂക്കളും ഡിഫറെന്റ് ടൈപ്പിലുള്ള കായകളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒത്തിരി കിളികൾ ഇതിന്റെ മുകളിൽ വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീക്കല് ഇവരുടെ ആ ഒരു സൗണ്ട് എല്ലാം കേട്ടിട്ടാണ്. നല്ലൊരു റിഫ്രഷിംഗ് ആണ്. അപ്പൊ നമുക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ചെറിയ സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലും ഇതുപോലൊരു ഫുഡ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി കിളികൾ നമ്മളെ വീട്ടിലേക്കും വരും കേട്ടോ. ഇത് ഉണ്ടാക്കൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഇതുപോലെ 2 പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ്സ് കിട്ടിയാൽ മതി. ഒന്നൊരു ചെറിയ പാത്രമാണ്, അതിന്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും നമ്മൾ ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. ഈ ഒരു പാർട്ട് മാത്രം മതി കേട്ടോ നമുക്കിനി. ഇനി വേണ്ടത് ഒരു കുപ്പിയാണ്. നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ വേണം. അത് നിങ്ങൾക്കിപ്പോൾ ചെറുതോ വലുതോ ഒക്കെ എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിൽ എടുത്താൽ അതിൻ്റെ മൂടിയുടെ മുകളിൽ നമ്മൾ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി എടുക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ പാത്രത്തിന്റെ മുകളിലും നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ഹോൾസ് ഉണ്ടാക്കി എടുക്കണം. നമ്മളെ കയ്യിലുള്ള ആ ഒരു പ്ലേറ്റ് ഇല്ലേ, അതിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഹോൾസ് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഞെട്ടും ബോൾട്ടും ആണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതാ ഇതിന് ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ബോൾട്ട് ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്യാനാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ഇത് രണ്ടും മാത്രം പോരാ. ഇനി പ്ലേറ്റിനകത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് 3ഉം കൂടി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ബോൾട്ട് ഇട്ട് ഇത് നല്ല രീതിയിൽ ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ഇതുപോലെ നമ്മൾ ഇത് 3 എണ്ണം കൂടി ഒന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോൾട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ മുറുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്ലെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. കുപ്പിയുടെ അടിവശത്ത് നമ്മൾ ഇതുപോലൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന ധാന്യങ്ങളൊക്കെ ഇത് വഴിയാണ് പുറത്തേക്ക് വരിക. കിളികൾക്ക് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് മൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഗാർഡനിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഒരു സെറ്റപ്പും കൂടി നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ കെട്ടി കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് നല്ലൊരു ഹാങ്ങിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി നമ്മുടെ മൂടിയും ഈ ഒരു പ്ലേറ്റും കൂടി തമ്മിൽ ഇതുപോലെ കണക്ട് ചെയ്താൽ നമ്മൾ ആ ഒരു ഫുഡ് സിസ്റ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ പുറത്തൊക്കെ പോയി സെറ്റ് ചെയ്യാം. നമ്മളെ കിളികളൊക്കെ വന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറന്നു വന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.